സാറേ, ബംഗാളിലും അതോടൊപ്പം തന്നെ ത്രിപുരയിലും നാം എന്താണോ കണ്ടത് അതിന് സമാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. കാരണം ഈ CPM-ന്റെ കോട്ടകുത്തളങ്ങളായിരുന്നല്ലോ ബംഗാളും അതോടൊപ്പം തന്നെ ത്രിപുരയുമെല്ലാം. അപ്പോൾ ഇതിൻ്റെ തകർച്ചയിലേക്ക് പോകുന്നതിന് മുൻപുള്ള അവസ്ഥയായിരുന്നു ചെറിയ നേതാക്കൾ BJP-യിലേക്കോ അതോടൊപ്പം തന്നെ ബംഗാളിലാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിലേക്കോ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതാ കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയവും മാറുകയാണോ? ഇപ്പോൾ ആലപ്പുഴയിലും തിരുവനന്തപുരത്തും എല്ലാം നേതാക്കളും BJP-യിലേക്ക് ചേക്കേറുകയാണ്. അതോടൊപ്പം തന്നെ EP ജയരാജനും G സുധാകരനുമായെല്ലാം ബന്ധപ്പെട്ട് ചർച്ചകളും പുരോഗമിക്കുന്നു. ഇതെന്താണ് കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിനുള്ള ഒരു കാലാവസ്ഥയാണോ നിലവിൽ? എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ഇദ്ദേഹമുണ്ടല്ലോ, BJP-യിൽ നിൽക്കുന്ന BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ നമ്മുടെ അതെ അബ്ദുള്ളക്കുട്ടി ഒരു പ്രസംഗത്തിൽ തമാശയായിട്ടാണോ ഒരുപക്ഷെ പറഞ്ഞതെങ്കിലും അതെനിക്ക് തോന്നുന്നു അത് കാര്യമായിട്ട് എവിടെയോ നടന്നതാണ്. അതായത് കണ്ണൂർ ഭാഗത്ത് നിന്ന് 2 ബംഗാളികളെ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുക. ചോദ്യം ചെയ്ത് അവൻ്റെ പേരിലുള്ള കുറ്റം എന്ന് പറയുന്നത് അവൻ അവിടെ നിരത്തിലുണ്ടായിരുന്ന 3-4 കൊടികൾ നശിപ്പിച്ചു. കൊടികൾ ഏതാന്ന് ചോദിച്ചാൽ അത് ചുവന്ന കൊടിയാണ്. അവർ പറഞ്ഞു, ഇത് ഞങ്ങൾ നശിപ്പിച്ചതാണ് സാർ, ഇനിയും ഞങ്ങൾ നശിപ്പിക്കും, കാരണം ഈ കൊടിയാണ് ഞങ്ങളുടെ ജീവിതം അവിടെ തകർത്തത്, അതെവിടെ കണ്ടാലും ഞങ്ങൾ തകർക്കുമെന്ന് അബ്ദുള്ളക്കുട്ടി പറഞ്ഞ് എനിക്കിപ്പോഴും കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്. അബ്ദുള്ളക്കുട്ടി ആദ്യം ഇവരുടെ കൂടെ ആയിരുന്നല്ലോ CPM, അതെ, പിന്നീട് കോൺഗ്രസിൽ പോയി, പിന്നീട് ഇപ്പോൾ BJP-യിലാണ്. അതാണിപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി എല്ലാവരും കൂട്ടത്തോടെ BJP-യിലേക്ക് പോവുക. BJP നേതാക്കൾക്ക് ഇപ്പോൾ വിശ്രമമില്ല കേട്ടോ. അവിടെ ഇവിടെയും കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. ഈ പിള്ളേരെ പിടുത്തക്കാർ വരുന്നുണ്ട് എന്നൊക്കെ ഈ പഴയ കൊച്ചു പിള്ളേരെയൊക്കെ പഴയ ആൾക്കാർ പേടിപ്പിക്കത്തില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് കോൺഗ്രസ്സുകാർ ഒരു വഴിക്കൂടെ ചാക്കുമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം സുധാകരൻ എങ്ങോട്ട് പോകും? സുധാകരൻ ഇനി ആർക്ക് സ്വന്തം? ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടുണ്ട്, ആർക്കും സ്വന്തമൊന്നുമല്ല, സ്വന്തം എന്ന പദത്തിന് എന്ത് അർത്ഥമെന്നുള്ള. പക്ഷേ ഇപ്പോഴെനിക്ക് തോന്നുന്നു അതിനൊക്കെ അർത്ഥമുണ്ട്. സുധാകരൻ എങ്ങോട്ട് മാറും? ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നത് മധു മുല്ലശ്ശേരി അല്ലേ? ഈ ഒരു കാര്യം അറിയാമോ ശ്രീജിത്തിന്? കേരളത്തിൽ എപ്പോഴെങ്കിലും LDF അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ ശക്തമായ തട്ടകമെന്ന് പറയുന്നത് തിരുവനന്തപുരവും കൊല്ലവും ഇവർക്ക് വളരെ ശക്തമായിട്ട് നിൽക്കുമെന്നുള്ളത്. അവരുടെ കൂടെ നിൽക്കും. തിരുവനന്തപുരത്ത് കോവളം മാത്രമല്ലേ ഉള്ളൂ കോൺഗ്രസിലേക്ക് ഉള്ളത്, ബാക്കിയൊക്കെ LDF-ന്റെ കൈവശമല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞ തവണ അതിന് മുൻപ് അരുവിക്കര ഉണ്ടായിരുന്നു, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോവുകയും ചെയ്തു. അത് ശബരിനാഥിൻ്റെ ഒരു കഴിവുകേട് കൊണ്ടാണ്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു നിർത്താമായിരുന്നു. കാർത്തികേയൻ അവിടെയൊക്കെ എത്ര ഭംഗിയായിട്ട് നോക്കിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് ഇപ്പം നോക്കിക്കേ, പാർട്ടിയിൽ ഉണ്ടാകുന്ന ഇത് മുമ്പൊരിക്കലും ഇങ്ങനെ CPM-ന്റെ സമ്മേളനം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടോ? ഭരണത്തെ വിമർശനം ഉണ്ടായിട്ടുണ്ട്, അത് അവരുടെ സമ്മേളന നഗരിക്കകത്ത് മാത്രം നിൽക്കും. ഇതിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ആലോചിക്കുന്നത് സംസ്ഥാന സമ്മേളനം നടക്കുന്നതിന് മുമ്പ് എന്തെല്ലാം ഉണ്ടാവും. EP ജയരാജനും BJP-യിൽ ഇനി ഒരു പ്രത്യേക ഒരു പ്രസ്ഥാനമായി മാറേണ്ടി വരുമോ? കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും വിട്ടുവന്നവർക്ക് ഇനി ഒരു സംഘടന അല്ല, BJP ഇപ്പോൾ ഒരു പ്രത്യേക സെല്ല് തുറന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പൊ മധു മുല്ലശ്ശേരിയുടെ വീട്ടിലേക്ക് ജനപ്രവാഹമാണ്. എന്തൊരു ജനപ്രവാഹം എന്ന് പറഞ്ഞാൽ BJP നേതാക്കളെല്ലാം, VV രാജേഷ് അവിടെ ചെല്ലുന്നു, മുരളീധരനും ഒക്കെ ചെല്ലുന്നു. മുരളീധരൻ ഈ കഴക്കൂട്ടം മണ്ഡലം BJP-ക്ക് സാധ്യതയുള്ള ഒരു ഇടമാണ് കേട്ടോ. മുരളീധരൻ മത്സരിച്ച ഇടമാണ്, BJP വോട്ട് പിടിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ 2026 BJP-ക്ക് കഴക്കൂട്ടം മണ്ഡലം കിട്ടും എന്നുള്ള ഉറപ്പായി. ഈ സാധാരണ നമ്മൾ കോൺഗ്രസിൽ നിന്നാണ് BJP-യിലേക്കുള്ള ഒഴുക്ക് കണ്ടിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിലൊക്കെ അങ്ങനെയാണ്, കോൺഗ്രസിൽ നിന്നാണ് കൂടോടെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? CPM-ൽ നിന്നാണ് ഇത്തരത്തിലുള്ള കുത്തൊഴുക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതൊക്കെ ഒരു തുടക്കമേ ഉള്ളൂ. ഈ മധു മുല്ലശ്ശേരിയുടെ കൂടെ തന്നെ ഇനിയും കുറേ പേര് ഇറങ്ങത്തില്ലേ? തീർച്ചയായിട്ടും എത്രത്തോളം അതൃപ്തരായിട്ട് നിന്നു എന്നുള്ളതാണ്. കാരണം ഇത് ഒരു പ്രദേശത്ത് മാത്രമല്ല, ഇത് പത്തനംതിട്ടയിലും അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും കരുനാഗപ്പള്ളി തുടർച്ചയായി എല്ലാ ഇവിടെ ചാത്തന്നൂര്, ആലപ്പുഴയിലെ മൊത്തത്തിൽ ആലപ്പുഴ കായംകുളമൊക്കെ വലിയ പ്രശ്നത്തിൽ നിൽക്കുകയല്ലേ.
അവിടെയൊക്കെ തകർന്നടിഞ്ഞു. CPM-ന്റെ കോട്ട കൊത്തളങ്ങൾ തകർന്നടിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഖാക്കന്മാരൊക്കെ ഇനിയും BJP-യുടെ കൊടിയേന്തു എന്നുള്ളതാണ്. സംഘപരിവാർ, സംഘി എന്നൊക്കെ പറഞ്ഞ് നടന്നില്ലയോ? ഇവരൊക്കെ ഇനിയിപ്പോൾ മോദിയുടെ തണലിൽ നിൽക്കുമെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും BJP അവസരം മുതലാക്കണം. അല്ലെന്നുണ്ടെങ്കിൽ BJP വീണ്ടും പഴയതുപോലെയുള്ള രീതിയിൽ തന്നെ കോൺഗ്രസ് മറുവശത്ത് ചാക്കുമായി നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സുധാകരനെ പിടിക്കാൻ വേണ്ടി ഈ സുധാകരൻ എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ കാരണം കാണാൻ പോയതാണെന്ന്. പിന്നെ KC വേണുഗോപാൽ കേരളത്തിലെ എത്ര CPM-കാരെ ആരോഗ്യ പ്രശ്നത്തിൽ കാണാൻ പോയിട്ടുണ്ട്? ഈ KC വേണുഗോപാൽ ആരാ നമുക്ക് നന്നായിട്ടറിയാം. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ ചെവിയും കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നീക്കങ്ങൾ നടത്തുകയാണ് KC വേണുഗോപാൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്ന ഇപ്പോൾ ഇവിടെ ഏരിയ സമ്മേളനമാണല്ലേ, ഇനി ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ സ്ഥിതി ഒന്നുകൂടെ മാറും. കടകംപള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ മധു മുല്ലശ്ശേരി പോയത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും. അത് വ്യക്തമാണ്. ആര് പോയാലും, ഒരു താഴെ തട്ടിൽ നിന്ന് പോയാൽ പോലും അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും. ഇതിനെല്ലാം ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിണറായിയുടെ ധാർഷ്ട്യം ഒരു ഭാഗത്ത്, അതിനെയാണ് പല സമ്മേളനങ്ങളിലും ചോദ്യം ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ വിഭാഗീയത അങ്ങേയറ്റം എത്തി എന്നുള്ളതാണ്, രൂക്ഷമായി തീർന്നു എന്നുള്ളതാണ്. ഇത് കാരണം ഒരു വിഭാഗത്തെ എപ്പോഴും പിണറായി വിജയൻ സംരക്ഷിച്ചിട്ടുണ്ട്, തൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ ചിലതൊക്കെ കൊടുത്ത് അവരെ പ്രീതിപ്പെടുത്തി നിർത്തിയിട്ടുണ്ട്. പിന്നെ വേറൊരു വിഭാഗം അല്ലാതെയും നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന, ഇവിടെ CPM-ൽ കുറേ കാലമായിട്ട് ഈ വിഭാഗീയത നിൽക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരിക്കുന്നത് മംഗലപുരത്ത്, അല്ലേ? മംഗലപുരമാണ് കഴക്കൂട്ടം പാർലമെന്റ് നിയമസഭാ മണ്ഡലത്തിൽ വരുന്ന ഇടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും CPM-നുണ്ടാകുന്ന ക്ഷീണമെന്നല്ല, അത് വംശനാശം സംഭവിക്കുന്ന ഒന്നായി മാറുകയാണ് ചെയ്യുന്നത്. അത് കേരളത്തിൽ ഇനിയും ഇല്ലാതാകും എന്നുള്ളത് ഉറപ്പാണ്. ബംഗാളിലും ത്രിപുരയിലും കണ്ടത് കാവി ചുവപ്പ് കാവിയാകുന്നതാണ്. അതിന് സമാനമായ ദൃശ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് നോക്കിക്കോ. അവിടെ പരസ്യമായ പോർവിളിയായിരിക്കും. CPM-ന് ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം CPM ഒരു കേഡർ പാർട്ടിയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്നവനൊക്കെ പിന്നെ പുറത്തു പോകേണ്ടി വരും. അവരെ ഇല്ലാതാക്കി കളയും പാർട്ടി. ചന്ദ്രശേഖരനെ പോലുള്ള ഒരാളെ ഇല്ലാതാക്കിയത് ആരാണെന്ന് നമുക്കറിയാവുന്നതാണ്, അല്ലേ? അതുകൊണ്ടാണ് വടകരക്കാർ മറുപടി കൊടുത്തത് ഈ CPM-ന്, KK രമയെ നിയമസഭയിൽ എത്തിച്ചത്. KK രമ ഇന്ന് നിയമസഭയിൽ കയറി വരുമ്പോൾ പിണറായി വിജയൻ്റെ ചങ്കിടിക്കുകയാണ്, അറിയാമോ? ആദ്യ സമയത്ത് തന്നെ 2016 വിജയിച്ചു വരുമ്പോൾ, അല്ലേ, പിന്നെ ബാഡ്ജ് കുത്തിക്കൊണ്ടാണ് വന്നത്. 2021 വിജയിച്ചു വരുമ്പോൾ ബാഡ്ജും ഈ ചന്ദ്രശേഖരൻ്റെ പടം വെച്ച ഒരു ബാഡ്ജും കുത്തിയാണ് വന്നത്. അത് കൊള്ളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും കേരളത്തിലെ ഇനിയിപ്പോൾ ചില രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ മാറിമറിയാൻ പോകുകയാണ് എന്നുള്ളത് നമുക്കിനിയിപ്പം ഉടനെ അങ്ങോട്ട് കാണാം. അപ്പോൾ ഈ ഒഴുക്ക് തുടരും എന്നുള്ളതാണ്.